അടുക്കൽ വരട്ടെ. എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഇടി കിട്ടും. കണ്ണാടി വയ്ക്കുമെന്ന്. കണ്ണാടി ആദ്യമായി ഒരാൾക്ക് ഇടി കൊടുക്കുകയാണെങ്കിൽ എവിടെ ഇരിക്കുന്നത്? ഡിപ്പെൻസ് ഓൺ ഹിസ് ക്യാരക്ടർ ടു മീ. ചേച്ചി സുഡുവാവെ ഓർമ്മയുണ്ടോ? സുഡുവാവ ഈസ് മൈ ഫ്രണ്ട്. അവൻ എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. വാദ്യരൂപം സ്വന്തമാക്കി 8 പേര് എനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ ഫോൺ ഹാങ് ആവും. ചേച്ചി സുഡുവാവ നിങ്ങൾ അടിച്ച് അയാളുടെ കർണക്കുറ്റി പൊളിച്ചില്ലേ? ഐ ഡോണ്ട് നോ കർണക്കുറ്റി പൊളിഞ്ഞോന്ന്. ചേച്ചി ഒരു ഉമ്മ തരാമോനോ ബേബി? ഹായ് ചേച്ചി. എൻ ഭരതൻ. വിഷ്ണു ദ വോയേജിങ് സോൾ. വാട്ട് അബൌട്ട് സെക്സ് ബിഫോർ മാരേജ്? സെക്സ് ബിഫോർ മാരേജ് ഈസ് നോട്ട് എ സിൻ. സെക്സ് അത് ഞാൻ സെക്സോളജിസ്റ്റുമായിട്ടുള്ള ഒരു ടോപ്പിക്ക് ഇന്ന് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ലൈവ് വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുങ്ങി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണുക. ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ പോയിട്ടൊന്ന് കാണുക ആ പരിപാടി. അപ്പം സെക്സ് സിന്നാണോ, സെക്സ് പാപമാണോ, പാഠമാണോ എന്നായിരുന്നു ആ ടോപ്പിക്ക്. അപ്പം നിങ്ങൾക്ക് അത് സെക്സോളജിസ്റ്റിനോടുള്ള ടോക്കാണ്. അപ്പോൾ ഇനി സീരിയസ് ആയിട്ട് എല്ലാ സൺഡേസിലും 8:30 to 9:30 ആ പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ ഡൗട്ടിനൊക്കെ ക്ലിയർ ഒരു ഡൗട്ട് ക്ലിയറിങ് സെക്ഷനായിരുന്നു ശരിക്കും. IFFK പറ്റി പറയുന്നത്. ഞാൻ IFFK ഈ പ്രാവശ്യം മിക്കവാറും ഉണ്ടാകത്തില്ല. കാരണം എനിക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു വൈബില്ലല്ലോ. 4 സ്ഥലത്ത് നടക്കുമ്പോൾ എനിക്കത് എല്ലാ ഫ്രണ്ട്സിനെയും കാണാൻ പറ്റത്തില്ല. സോ ഞാൻ ചിലപ്പോഴേ ഉണ്ടാകത്തുള്ളൂ. ഡോണ്ട് നോ. ലവ് യു ചേച്ചി. ചേച്ചി സുഡുവാവ എൻ്റെ കൂടെ ഉണ്ട്. സുഡുവാവ ഉണ്ടോ? വർണ്ണമടി നേടട്ടെ. ചേച്ചി സെക്സ് ചെയ്തിട്ടുണ്ട്. യെസ്. വാട്സപ്പ് നമ്പർ ഇല്ലാത്തതുകൊണ്ട് മെസ്സേജ് അയക്കാതെ ഒരു ഞാൻ അരുൺ 696. വൈബ്രേറ്റർ എന്തിയാ? വൈബ്രേറ്റർ ഇവിടെ ഉണ്ട്. സ്മോൾ. ഏറ്റവും ദേഷ്യത്തിലിരിക്കുകയാണെങ്കിൽ അതറിയത്തില്ല. അതപ്പോൾ ദേഷ്യം വരുന്നവരിക്കും. ഓ മൈ ഗോഡ്. ഫുഡ് കഴിച്ചില്ല. ഓ യു ആർ വൺ ഓഫ് ബോൾഡ് ഗേൾ ഐ എവർ സീൻ. താങ്ക് യു ബ്രോ. താങ്ക് യു. ക്രിസ്റ്റോ ഡി. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരൊന്നും വായിക്കാറില്ല. അൽത്താഫ് നമ്മൾ പരിചയപ്പെട്ടുണ്ട്. ജെഫിൻ ചേച്ചി ഫുഡില്ല. എനിക്ക് ബ്രെഡ് എടുത്ത് തിന്നണം. ഡസ് സൈസ് മാറ്റർ? ഐ ഡോണ്ട് നോ ബേബി. നമുക്ക് സെക്സോളജിസ്റ്റിനോട് ചോദിക്കാം. ബിഗ് ഫാൻ ചേച്ചി. താങ്ക് യു. അമൽ നിഖിൽ. ചേച്ചിയെ ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടോ? ഇഷ്ടം പോലെ ആൾക്കാർ. ആഷിഫ് മുഹമ്മദ്. എൻ്റെ നെയിം വായിക്കുമെന്ന് വെച്ചിട്ടുണ്ട്. ആഷിഫ് മുഹമ്മദ്. അമൽ നിഖിൽ. ഹായ് ചേച്ചി. സുഖമാണോ? സുഖമാണ്. അന്ന് ഗിഫ്റ്റ് തന്ന വൈബ്രേറ്റർ എവിടെ ചേച്ചി? ഇവിടെ ഉണ്ട്. ശാരദ മാഡം. ഹായ് മോളു. ശാരദ മാഡം. ഹായ്. സൽമ. ടാറ്റു കാണിക്കും. ടാറ്റു വേറെ ദിവസം കാണിച്ചാൽ. ഹലോ സെക്സി വിളിച്ചിട്ടുണ്ട്. ദാനി. FFCനെ കുറിച്ച് പറയാമോ ചേച്ചി? ഞാൻ എന്തിനു പറയണം മക്കളെ? ശ്രീ മനസ്സിലായോ? ആഷി PLR. ഇല്ലല്ലോ. ഷഡ്ഡി ഇട്ടിട്ടുണ്ടോ എന്നൊന്ന് പറയാന്നോ? അതൊന്നും ഇട്ടിട്ടില്ല. ബിക്കിനി ഇട്ട് ലൈവിൽ വാ ചേച്ചി. അത് നമുക്ക് നോക്കാം, ഭാവിയിൽ നോക്കാം. ജോണി ഡത്ത്. ഹലോ. കാണിച്ചു തരുമോ വൈബ്രേറ്റർ എന്നോ? വൈബ്രേറ്റർ കാണിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും കേസാവും. കാരണം സെക്സ് ടോയ്സിനെ പ്രദർശിപ്പിക്കരുതെന്നൊക്കെ ഉണ്ട് പോലും. സ്മൈൽ കില്ലർ. വിനീഷ്. ജെറീസ് ഇൻസ്റ്റ. സിനിമയിൽ അഭിനയിച്ചൂടെ? സിനിമയിൽ നമുക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെയല്ലേ, 2-3 സിനിമയിൽ നിന്നൊക്കെ വിളിച്ച് ഞാൻ പോയില്ല. ചേച്ചിയുടെ അനിയനായി ഞാൻ കൂടെ വരണോ? എവിടെ വരാനാ? പൊട്ടു തൊട്ടപ്പോ എന്തോ പറഞ്ഞേക്കുന്നു. ഹായ് ചേച്ചി. ടാറ്റു കാണിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോവുക. ഹായ് ചേച്ചി. അനൻ സാബു. അരുൺ. ഹായ് ചേച്ചി. ശ്രീലേഷ്. യു സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു ബ്രോ. വേറൊന്നുമില്ല. കമൻസ് ഒന്നും ഇല്ല. ഇതൊരു രസമില്ല. ഇൻസ്റ്റാഗ്രാമിലേക്ക് ഭയങ്കര പോകാം. എന്നെ ഫോളോ ചെയ്യുമൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം കോഴികളാണ് എൻ്റെ പൊന്നോ. ഫേസ്ബുക്കിൽ ഇപ്പം അത്ര ഇല്ല. ഓർമ്മയിലില്ലെങ്കിൽ വി സ്പോക്ക് വൺ ടൈം. എപ്പോഴാന്ന് പറ. എനിക്ക് ഓർമ്മയില്ല ബ്രോ. ചേച്ചിക്ക് അങ്ങനെ പറ്റുന്നു ഇങ്ങനെ ബോൾഡായിട്ട് നിൽക്കാൻ. മുന്ന സെയിം.
ഐ ഡോണ്ട് നോ, ബേബി കുറേ കാലമായിട്ട് തെറി കേട്ടോണ്ടായിരിക്കും. ചേച്ചിക്ക് ഡാനിയൽസ് ആണോ അതോ മിയ ഖലീഫയാണോ ഇഷ്ടം? എനിക്ക് രണ്ടുപേരും ഇഷ്ടമല്ല. യെസ് സൽമാൻ ബിഗ് ഫാൻ. മുഹമ്മദ് പോപ്സ്. ഷക്കീലിനെ പോലെ ഉണ്ട് ചേച്ചിയെ കാണാൻ. ഷക്കീല ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? താങ്ക് യു ചേച്ചി. ഹൗ ഓൾ ആർ ഇൻ ഫാമിലി? എവരി വൺ ഫാൻ. കീപ് യുവർ ബോൾഡ് ക്യാരക്ടർ ലൈക്ക് ദിസ് ചേച്ചി. താങ്ക് യു ബ്രോ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്റ്റോ ഡീവ്. എവരി വൺ ഇൻ ഫാമിലി ഒക്കെ ഭയങ്കര സുഖമായിട്ടിരിക്കുന്നു. ചേച്ചിയുടെ സ്മൈൽ സൂപ്പറാണ്. താങ്ക് യു. പുരുഷന് എന്നെ ഫോളോ ചെയ്യുമോ? ഐ ഓപ്പൺ മൈൻഡഡ് ഗേൾ. താങ്ക് യു. എന്തുകൊണ്ടാണ് ഇന്ത്യൻ സെക്സ് സിസ്റ്റം ആണ് ഇങ്ങനെ? അതൊക്കെ ഞാൻ ഇതാ സെക്സോളജി ടോക്സ് വിത്ത് സെക്സോളജിസ്റ്റ് എന്നുള്ള പ്രോഗ്രാം ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഒരു ഹായ് പ്ലീസ്. എൻ്റെ പാൽ വേണോന്നോ? ഇതെന്താ പശു വേണോ? പാലൊക്കെ ചോദിക്കാൻ. 1 ലിറ്ററിന് എത്രയാ വില? പൊട്ടു തൊട്ടപ്പോൾ പാട്ട് പാടുന്ന ഉഷാ ഉതുപ്പിനെ പോലെ ഉണ്ടെന്നോ? താങ്ക് യു. മാരേജ് എടുത്തായിട്ടുണ്ടോ? ഇല്ല, ഞാൻ മാരേജ് കഴിക്കുന്നില്ല. ഏജ് എത്രയാണ്? 25. ജസ്ല മാർച്ചലിയെ കുറിച്ച് പറയുമ്പോൾ ചേച്ചി, ജസ്ല ഈസ് എ ട്രൂ ഹ്യൂമൻ ബീയിങ്. ഭയങ്കര നല്ല കുട്ടിയാണ്, നല്ല അടിപൊളിയാണ്. ഷീസ് മൈ ഫ്രണ്ട്. ഭയങ്കര ഇഷ്ടമാണ്, എനിക്കവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ക്യാരക്ടറാണ്. ഞാൻ അവളെ കണ്ട് ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ട്. അവൾ നല്ലതാണ്. എന്നാ പ്രോഗ്രാം? ടോക്ക് ഷോ. ഞാനത് എൻ്റെ സ്റ്റാറ്റസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി നോക്കാം. അതിൻ്റെ സ്വൈപ്പ് അപ്പ് ചെയ്താൽ മതി. ബോബി ചെമ്മണ്ണൂരിന് ഇഷ്ടമാണെന്ന്. എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടവും ഇല്ല, ഇഷ്ടക്കേടും ഇല്ല. ഷാമി പിങ്കി എന്നൊന്ന് വിളിക്കാമോ പ്ലീസ്? ഷാമി പിങ്കി ആരാ? മാരേജ് കഴിക്കാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? മാരേജ് കഴിക്കാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. ബോയ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ബോയ്സിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം. ചില ബോയ്സ് നല്ലതാണ്, ചില ബോയ്സ് മോശമാണ്. ഷാനു ലവ് യു. ചേച്ചിക്ക് വണ്ണം വെച്ചിരുന്നു. സ്മൈൽ കിളർ. യെസ്, വണ്ണം വെച്ചു. എന്തുകൊണ്ടാണ് കന്യകാത്വം മൂല്യമുള്ളതായി ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്നത്? അതൊന്നും വലിയ കാര്യം. ഇതൊക്കെ ആരൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു? വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം ഇൻ യുവർ ഫ്യൂച്ചർ? ബിഗ്ഗസ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ പിള്ളേരെ ഫിസിക്സ് ഒക്കെ പഠിപ്പിക്കണം, കുറേ പിള്ളേരെ ഫെമിനിസ്റ്റ് ആശയമൊക്കെ എത്തിക്കണം. ഈ കുറേ നല്ല നല്ല കുറേ പിള്ളേരെ പഠിപ്പിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ശ്രീയെ നേരിലായിരിക്കും ഓപ്പൺ ആയി സംസാരിക്കുന്നത് കുറച്ചു പേരെ കാണുമോ? നേരിൽ അറിയില്ലെങ്കിലും ഓപ്പൺ. ശരിയാ. അതെങ്ങനെയാ? മാരേജ് കഴിക്കാതെ സെറ്റപ്പ് ഉണ്ടോ? മാരേജ് കഴിക്കാതെ സെറ്റപ്പ് ഉണ്ട്. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടല്ലോ. കുറേ ഇഷ്ടംപോലെ ആൾക്കാർക്കുണ്ട്. എന്തോരം ആൾക്കാർക്കുണ്ട്. ഇതാരും പറഞ്ഞോണ്ട് നടക്കത്തില്ല. ഈ സമൂഹം അവരെ ഭയങ്കര വൃത്തികെട്ടമായിട്ട് കാണുന്നുണ്ട്. കാരണം കല്യാണമാണല്ലോ ഇവിടെ സെക്സിനുള്ള ലൈസൻസ്. പിന്നെ ഞാനിതൊക്കെ എന്തായാലും പറഞ്ഞു നടക്കും. കാരണം എനിക്ക് കല്യാണം കഴിക്കാമെന്ന് വയ്യ. പിന്നെ ഞാൻ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കും. എനിക്കതൊന്നും തെറ്റായിട്ട് തോന്നില്ല. അതുകൊണ്ട് ഞാൻ പറയും തെറ്റല്ല. സ്മോക്ക് ചെയ്യാറുണ്ടോ? ഇല്ല. കമന്റ് ഓടി വരുന്നില്ല. ഹൗ മെനി ബോയ് ഫ്രണ്ട്സ്? ഒരാൾ മാത്രമല്ല. ചേച്ചി സുഖം വേണോ? കന്യാ